ഹലോ ഗൈസ്, ഇന്ന് ഞാൻ ഈ വീഡിയോ ഡെഡിക്കേറ്റ് ചെയ്തത് നമ്മുടെ കുഞ്ഞു കൂട്ടുകാർക്ക് വേണ്ടിയാണ്. വേറെ ഒന്നുമല്ല, ഈ ഒരുപാട് വലിയ റേറ്റുള്ള ഫൈബർ ടാങ്കുകളോ ഗ്ലാസ് ടാങ്കുകളോ അല്ലെങ്കിൽ സിമെന്റ് ടാങ്കുകളുടെ ഒന്നും ആവശ്യമില്ല നമുക്ക് ഗപ്പീസിനെ വളർത്താൻ വേണ്ടി. ജസ്റ്റ് നമുക്ക് നല്ല ക്വാളിറ്റിയിൽ തന്നെ ചെറിയൊരു 80 രൂപയുടെ ഒരു ബേസ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും. വേറെ സിമ്പിൾ കാര്യങ്ങളാണ്. നിങ്ങൾക്ക് ഈ ഒരു പർപ്പിൾ ബെറി മൊസൈക്കിനെ ഇതിനകത്ത് ഒരു ജോഡിയാണ് ഞാൻ കീപ്പ് ചെയ്യുന്നത്. അതിൽ നിന്ന് കിട്ടിയ കുട്ടികളാണിത്. നമ്മുടെ സാധാ ഒരു ടാങ്കിൽ ഒരുപാട് എഫർട്ട് കൊടുത്ത് വളർത്തുന്നതിനെക്കാട്ടി സിമ്പിളായിട്ട് നാച്ചുറൽ വളരുമ്പോൾ അവരുടെ ക്വാളിറ്റിയും കാര്യങ്ങളും വരും. അതുപോലെ ഒരു എക്സാമ്പിൾ ഞാൻ കാണിച്ചുതരാം. ഇത് നമ്മുടെ മോസ്കോ ബ്ലൂവിന്റെ ഗപ്പീസാണ്. ഇതിനകത്ത് ഞാൻ ഒരു ജോഡിയാണ് ഇട്ടിരുന്നത്. അതിനകത്ത് കുറച്ച് കുട്ടികളെയൊക്കെ അവർ കഴിക്കുമെങ്കിലും ബാക്കിയുള്ള കുട്ടികളെല്ലാം ഈ കാണുന്ന വാട്ടർ ക്യാബേജ് പോലുള്ള സ്ഥലങ്ങളിൽ ഒളിച്ചിരുന്ന് വളരും. പക്ഷെ ഇവർ ഈ മരയും സൺലൈറ്റും എല്ലാം കൊണ്ടാണ് വളരുന്നത്. അതുകൊണ്ടാണ് ഇവരിൽ നിന്ന് കിട്ടുന്ന കുട്ടികൾക്ക് ഭയങ്കര ഇമ്മ്യൂണിറ്റി ആയിരിക്കും. അതുപോലെ നല്ല സ്ട്രെങ്തും ആയിരിക്കും. ഇതിനകത്ത് ചിലപ്പോൾ നമുക്ക് കിട്ടുന്ന കുട്ടികളുടെ എണ്ണം കുറവായിരിക്കും. പക്ഷെ അതിൽ നിന്ന് കിട്ടുന്ന കുട്ടികളെല്ലാം നമുക്ക് ബ്രൂഡ് സ്റ്റോക്ക് സെറ്റാക്കാൻ ടൈപ്പിന് ഹെൽത്തിയർ ആയിട്ടുള്ള കുട്ടികളായിരിക്കും കിട്ടുന്നത്. നമ്മൾ ഒരു ടാങ്കിൽ ഒരു മാസം കൊണ്ട് വളരുന്ന ഗ്രോത്ത് നമുക്ക് ഇങ്ങനെയുള്ള നാച്ചുറലായിട്ട് കിടക്കുന്ന ടാങ്കുകളിൽ നമുക്കൊരു 10-15 ദിവസം കൊണ്ട് വളർത്തി കിട്ടും നമുക്ക്. സോ ഇങ്ങനെ ബ്രീഡിങ് ചെയ്യാൻ വലിയ എഫേർട്ടിന്റെ ആവശ്യമൊന്നുമില്ല. നല്ലൊരു ബ്രീഡർ ഉണ്ടെങ്കിൽ നല്ല ക്വാളിറ്റി ഗപ്പീസ് എടുത്തൊന്ന് ബ്രീഡ് ചെയ്ത് നോക്ക്. നമ്മുടെ നാട്ടിലെ കാലാവസ്ഥയിൽ വളരുന്ന ഗപ്പീസ് എങ്ങനെ ഉണ്ടെന്ന് നോക്കിയാലോ.